ഭീമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ നോക്കാൻ ഈ ചീര നമ്മൾ ഈ നട്ട ഈ ചീര വിളവെടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനാണ് കണ്ടില്ലേ, ഇതേപോലെ വോട്ടർ ബാഗിൽ നട്ട ചീര വിളവെടുപ്പാന്ന്. നല്ല അടിപൊളി ചീരയായിന്. അത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ നേരിച്ചിട്ടാണ് ചീരേൻ്റെ വിളവെടുപ്പ് കാണിച്ചു തരുന്നത്. എല്ലാവരും പറയലുണ്ടായതുകൊണ്ട് ചീരേൻ്റെ വിളവെടുപ്പും കൂടി ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കാനാണ് ഇതിപ്പോൾ എടുക്കുന്നത്. കണ്ടില്ലേ, ഇത് കണ്ട, ഇത് ഓട് ബാഗിൽ നട്ടിയാണ്. നല്ല ചീരയായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇത് ചേന നട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ആ ചേന നട്ടതിൻ്റെ മേലെയാണ് ഈ ചീര നട്ടിന്. അതുകൊണ്ട് ഇനിയിപ്പം ഇത് ചേന ഇനിയിപ്പം ചേന മുള വരുന്നുണ്ട്. ആ ചേന മുള വന്നുകൊണ്ട് ഇനി അതിന് പണിയെടുത്താൽ ചേന അതിൽ നന്നാവും. അതിനാണ് ഞാനിപ്പോൾ ഇതിപ്പം വിളവെടുത്താൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നടാൻ കഴിയില്ല. പക്ഷേ ഇനി ചേനക്ക് ഉഷാറാവാൻ പറ്റൂല. അന്നേരം അതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടില്ലേ. ചേന ചീര ഉഷാറായിട്ടുണ്ട്. ചേനയുടെ മുളച്ച് വന്നിട്ടുണ്ട്. കേട്ടോ, ചേനയുടെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ചേനക്ക് തോളും വളലും വെച്ച് പണിയെടുക്കും കൂടി വേണം. ഈ വിളവെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ചേനേൻ്റെ തോലും വളവും വെച്ച് ഇനി പണിയെടുക്കുകയും കൂടി ചെയ്യണം. അതാണ് ഇപ്പം പരിപാടി ഇട്ടത്. കണ്ടാ, ഇത് കണ്ടല്ലോ. കണ്ടാ, എല്ലാ ചേനയും മുളച്ച് വന്നിട്ടുണ്ട്. കണ്ടാ, ഇത് കണ്ടില്ലേ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചീര പറിച്ച് എടുത്ത് നട്ട് ഇനി വെള്ളം നനച്ച് ചാണകം കലക്കി ഒഴിച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചീര കിട്ടും. അതാണ് ഇതിൻ്റെ ഇത്. കണ്ട, ഇതല്ലേ ചേരേൻ്റെ വിളവെടുപ്പാണ്. ഇത് കണ്ട, ഇത് കണ്ടില്ലേ. ഈ ഓട്ട് ചീരയിൽ വിളവെടുത്തിട്ട് കണ്ട, നമ്മളെ ചീര വിളവെടുപ്പ് കണ്ടില്ലേ. ഇത് കണ്ടില്ലേ. ഇതേ ഉള്ളൂ. ഇനിയിപ്പം ആ ചീരക്ക് ഞാനിപ്പോൾ എന്താ എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ചീര വിളവെടുപ്പ് മാത്രമല്ല, ഇനിയിപ്പം ഇതും കൂടി എടുക്കാനാവും. ഞാനിപ്പോൾ ആ ചേന മണ്ണിളക്കിയിട്ട് അതിന് ശേഷം തോലും ചക്കമടലും പിന്നെ സീമക്കൊന്നേനെ തോലും എല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അതും കൂടി നിങ്ങളിന്ന് കാണിച്ചു തന്നേക്കാലോ. കേട്ടാ, ഈ ചീര നട്ട സ്ഥലമാണ്. ഇത് മുളയെല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മുള ഉഷാറാവണമെങ്കിൽ നല്ലപോലെ വളവും കൊടുത്ത് ചീര വളം എടുത്തിട്ടുണ്ടാവില്ലേ, അത് എടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് ബാക്കി നല്ലോണം ഇളക്കിയിടട്ടെ. ഇളക്കിയിട്ടിട്ട് വളം കൊടുത്തിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കട്ടെ. എന്നാലേ വേഗം ഉഷാറായിട്ട് വരുമല്ലോ. അതിനാണ് ഈ ചേനക്ക് ഇപ്പം ഇതും കൂടി ഇതിൻ്റെ ഒന്ന് കൊടുക്കുക. വിളവെടുത്ത പാടെ ഞാൻ ഇതിനിടയ്ക്ക് വിളവെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പൊടിക്കുന്നവരെ ഇതിനകത്ത് ചീര നട്ടാലും ഒരിക്കൽ വിളവെടുക്കാമല്ലോ വെച്ചിട്ടാണ് ഇതിനകത്ത് നട്ടിട്ടുള്ളത്. എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ചീരയല്ല ചേന മുളച്ച് വന്നിട്ടുണ്ട്. അതും കൂടി ഇളക്കി ഇനി ഒരിക്കൽ ഇട്ട് കൊടുക്കട്ടെ. നല്ലപോലെ തോലും വളവും വെച്ച് കൊടുത്താൽ ഇനി ഉഷാറാവുമല്ലോ. കണ്ടില്ലേ, ഇതേപോലെ നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കട്ടെ. ഇനി കണ്ടില്ലേ, ഇനി നടിയിടാൻ പോകുന്ന വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ സീമക്കൊന്നേനെ തോലാന്ന് വെക്കാൻ പോകും. കണ്ടാ, ഇതേപോലെ ചുറ്റും വെച്ച് കൊടുത്തിട്ട് ഇല്ലേ, ഇതേപോലെ ചുറ്റും വെച്ച് കൊടുക്കുക. എന്നാലും ഇതിൻ്റെ അകത്ത് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വളവും കൂടി ആയല്ലോ. വളം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇതിൻ്റെ വളം തേച്ചും ചീര വലിച്ചെടുത്തല്ലോ. ഇനിയിപ്പോൾ ഇവർക്ക് വളം കൊടുക്കണ്ടേ. അതിനാണ് ആ ചീരേൻ്റെ ആ അടിയിലേറ്റതെല്ലാം അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം അഴിഞ്ഞിട്ട് നല്ല വളമായിക്കോളും, ചീരയും വളമായിക്കോളും. അതിനായതിപ്പോൾ ഞാൻ ഇതും കൂടി നിങ്ങളിന്ന് കാണിച്ച് തന്നേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഉണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ ഇഷ്ടംപോലെ വിളവെടുക്കാനും ചേന നടാനും എല്ലാം ഉള്ള സാഹചര്യം ഉണ്ടാവും. ഇതെല്ലാം നിങ്ങളും ചെയ്യുക.
എന്നാൽ നമുക്ക് വീട്ടിൽ എത്ര വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് നട്ടോട് നിന്നാൽ എല്ലാവർക്കും ഇഷ്ടംപോലെ ചീര വിളവെടുക്കാൻ കഴിയും. എപ്പോൾ ചീര കറി വെക്കാം. അഞ്ചോളം നട്ടോട് എടുക്കണം. നട്ടോണ്ടിരുന്നാൽ നട്ടോട് ഇരിക്കുകയും ചെയ്ത് നമ്മൾ വിളവെടുക്കുകയും ചെയ്താൽ നല്ല. ഇതിനകത്ത് ചക്ക മടലുണ്ട്, പോട്ടയും മിക്സ് ചെയ്തുകൊണ്ട് ഇതെല്ലാം കൂടിയാണ് ആ ചക്ക മടലാണ്. ഇത് കണ്ട, ഇത് ഞാൻ ചക്ക മടൽ കണ്ട. ഈ ചക്ക മടൽ എന്താ വെച്ചാൽ ഞാൻ ഇതിൽ ഇട്ട് വെക്കുന്ന വെച്ചാൽ അണുങ്ങ് വരും ഇത് പുറത്ത് വെച്ചാൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് ആക്കിയിട്ടില്ല. കണ്ട ഉണ്ടല്ലോ, ഇതിപ്പം കണ്ടില്ലേ? ഇതേപോലെ നിങ്ങളും നോക്കുക. ഇനിയിപ്പം നല്ലപോലെ ഇവർക്ക് നന്നാവാനുള്ള സമയവും കൂടിയായി. ഇനി ഇവർക്ക് ഇവരെ പണിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? നമ്മൾ ചെയ്തു കൊടുത്താൽ അവർക്കും അതൊരു പുണ്യം, നമുക്ക് അവർ വിളവും തരും. അതാണ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം. ഇത് നമ്മൾ മനുഷ്യനെക്കാട്ടിയും ഗുണം ചെയ്യുന്നത് ഈ കൃഷികളും മനുഷ്യനും മൃഗങ്ങളും എല്ലാം തന്നെ നമുക്ക് ഗുണം തരുന്നതും അതെ, എല്ലാം അതെ. മനുഷ്യന് അത്ര ഗുണം നമ്മളോടില്ല. മനുഷ്യന്മാർക്ക് ആ ഗുണം നമ്മളോട് ഉണ്ടാവില്ല. പക്ഷെ അതുപോലെയല്ല ഇവർ നമുക്ക് നമ്മൾ നന്നായി ചെയ്താൽ നന്നായിട്ട് തന്നെ വിളവ് തരാൻ തുടങ്ങും അവർ. അതാണ് ഈ കൃഷി ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് ഉള്ള ഗുണം. നമ്മൾ എത്രാണ്ട് കൊടുക്കുന്നുണ്ടോ അത്രാണ്ട് അവരെ നമുക്ക് തിരിച്ചു തരും. കേട്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് വളം പിന്നെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തൽക്കാലം ഇത് വളരുന്നവരെയുള്ള വളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കണ്ടാ, ആ ഇത് ആക്കിയതുകൊണ്ട് നമുക്കത് ആവില്ല, ബാക്കിയാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതാ ചീര 3 എണ്ണം ചേന പൊടിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോട്ടീൻ മിക്സർ ഇട്ടു നല്ലപോലെ. ഇനി അവരെ പണിയെടുത്തോട്ടെ, നിങ്ങൾക്ക് എത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചീര വിളവെടുപ്പ് ഇത് കണ്ടില്ലേ? എൻ്റെ ചീര വിളവെടുപ്പ് വേണ്ട. ആ 4 വീട്ടിൽ എത്രയോ നട്ടിട്ടുള്ളൂ, ആ നട്ടതിന് മാത്രം എൻ്റെ ചീര വിളവെടുപ്പ് വേണ്ടോ? ഇത് കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട്. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.